പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം ആ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. ഞാനിതിവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് എഫേസ്യ ലേഖനത്തിലെ പൗലൂസിന്റെ പ്രയർ, പോൾസ് പ്രയറിന്റെ രണ്ടാമത്തെ എപ്പിസോഡ്. പ്രിയ ദൈവമക്കളെ, എന്താ അവിടെ പൗലൂസ് പറഞ്ഞിരിക്കുന്നത്? കൂടാരമായ ഭൗമ ഭവനം. അതിൽ ശരിയാ വേദപണ്ഡിതന്മാർ പറയുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അത് നല്ലൊരു ഭാഷാപ്രയോഗമാണ്. മണ്ണാങ്കട്ടയല്ലേ, അതുകൊണ്ട് അലിഞ്ഞു പോയാൽ. ഭാഷാന്തരം അങ്ങനെയാ, അലിഞ്ഞു പോയാൽ. മണ്ണ് വെള്ളം വീഴുമ്പോൾ അലിഞ്ഞു പോയില്ലേ? അലിഞ്ഞു പോയാൽ ഞങ്ങളുടെ ഈ ശരീരം, ഇത്രയേ ഉള്ളൂ വിഷയം, ഞങ്ങളുടെ ഈ ശരീരം നശിച്ചു പോയാൽ, പറയാം, നിങ്ങളെന്ന് പറഞ്ഞേ, ഇങ്ങോട്ട് പറഞ്ഞേ, കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. രൂപാന്തര ശരീരത്തെ കുറിച്ചാ പറയുന്നത്. നിന്റെ രോഗമുള്ള, കഷ്ടതയുള്ള, ബുദ്ധിമുട്ടുള്ള, ഞെരുക്കമുള്ള, പ്രയാസമുള്ള ഈ ശരീരത്തിൽ നീ മാറ്റപ്പെട്ടാൽ നിനക്കൊരു രൂപാന്തര ശരീരം കിട്ടും. അതാണ് ഏറ്റവും പ്രധാനം. നമ്മളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, പ്രായമുള്ളവർക്ക്, എനിക്കാണെങ്കിൽ 10-68 വയസ്സൊക്കെ ആയി, രാവിലെ എഴുന്നേക്കാൻ വയ്യ. ഒരു സർക്കസൊക്കെ കാണിച്ചിട്ടാണ് കട്ടിലിൽ നിന്ന് എഴുന്നേക്കുന്നത്. കാലൊക്കെ ഇങ്ങനെ പൊക്കി, അല്ലേ? അമ്മാമ്മ അങ്ങനെ ചിരിക്കുന്നു, ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവും, എനിക്കറിയത്തില്ല. ഞാനങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എണീക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒക്കെ നമുക്ക് പറ്റുന്നുണ്ടാവും, കുറച്ച് ഞങ്ങളുടെ പ്രായമൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അല്പസമയം ഒന്ന് ഇരുന്ന്, ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് വിലപ്പെട്ട് നടക്കാം, അല്ലെങ്കിൽ ഒക്കെ വീണ് പോകും എല്ലായിടത്തും. അതുപോലെയൊക്കെ ആയിപ്പോയി. ഇപ്പോൾ സാരമില്ല. അങ്ങനെ ആരെങ്കിലും എന്നെക്കുറിച്ച് എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ ശരീരം ബലഹീനമായിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ശരീരം ക്ഷീണത്തിലായിരിക്കുന്നെങ്കിൽ, രോഗത്തിലായിരിക്കുന്നെങ്കിൽ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് നിങ്ങൾ മാറ്റപ്പെട്ടാൽ നിങ്ങൾക്ക് വിശ്രാമ സ്ഥലത്തേക്ക് പോകാം. കർത്താവിന്റെ വരവിൽ ഒരു ഉയർപ്പിൻ ശരീരം നിങ്ങൾക്ക് കിട്ടും. ഒരു രൂപാന്തര ശരീരം നിങ്ങൾക്ക് കിട്ടും. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, ഒടുക്കത്തെ ശത്രുവായ മരണത്തിന്റെ അനുഭവം ഇല്ലാത്തൊരു ശരീരം. അതാണ് എന്നെ മുന്നോട്ട് നടത്തുന്ന ഘടകം. എനിക്ക് മീറ്റിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഇത് ബസ് ഇരുന്നപ്പോൾ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വന്നപ്പോൾ ഞാനങ്ങ് വിചാരിച്ചില്ല, ഇറങ്ങി അങ്ങ് പോയാലോ എന്ന്. വരാമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്തിന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം വോമിറ്റിംഗ് ട്രബിൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര അസ്വസ്ഥതയാവും. അപ്പം ഞാനൊരു വിദ്യ പ്രയോഗിച്ചു. ആ വിദ്യ എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? സാരമില്ല, അവിടെ കിടന്ന് കുറയ്ക്കട്ടെ, അവൻ്റെ ജോലി അവൻ ചെയ്യുക. എന്താ പറയാമോ? ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ കണ്ണടച്ചങ്ങ് പ്രാർത്ഥിച്ചു. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കാന്നുള്ള വചന ഞാനങ്ങ് പ്രാർത്ഥിച്ചു. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ദൂത് പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ശക്തിയോടെ അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുക, ആ അനുഭവത്തിനൊരു അയവ് വന്നു. ബസ്സിൽ വെച്ച് തന്നെ അതിന് ഞാൻ സുഖമായിട്ട് ഇവിടെ വന്ന് ഇറങ്ങാൻ ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഞാൻ എന്തിനിത് വിളിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ അതാത് സമയങ്ങളിൽ നമ്മളെ മാറ്റി നമ്മൾ ബലത്തോടെ നടത്തുവാൻ നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആ വിശ്വാസം നമ്മെ ഭരിക്കട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ എന്താണെങ്കിലും അതിന്മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ ഇടയായി തീരും. നമ്മൾ ആത്മീകമായി മുൻപോട്ട് പോയി കഴിയുമ്പോൾ, ആദ്യം അവന്റെ രാജ്യം നീതിയും അന്വേഷിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് അതാത് സമയങ്ങളിൽ നൽകി തരും. നീ ബലഹീനനാണോ, നീ രോഗിയാണോ, നീ കഷ്ടത്തിലാണോ, നീ ബുദ്ധിമുട്ടിലാണോ, നീ ഡിപ്രഷനിലാണോ, നീ ഏത് അവസ്ഥയിലാണോ, നീ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവിൽ ആരാധിച്ചു കഴിയുമ്പോൾ നിന്റെ പ്രശ്നത്തിന് പരിഹാരം സ്വർഗത്തിലെ ദൈവം വരുത്തും. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കണം. കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും കിടക്കുക. എപ്പോഴും ഞാൻ പറയുന്ന പദങ്ങളെ വിഷയങ്ങളാണത്. രണ്ടുപേരും കൂടെ കിടക്കുമ്പോൾ പൗലോസ് പറയുക, ശീലാസേ, ശകലം പരിജ്ഞാനത്തോടെ ഇടപെട്ടെങ്കിൽ ഇവിടെ ഒന്ന് കിടക്കേണ്ട ആവശ്യം വരില്ല. അപ്പം തിരിച്ചങ്ങോട്ട് പറയുക, അത് താനല്ലേ സഹോദരൻ, നിങ്ങളല്ലേ അങ്ങനെ ഇടപെട്ടത് എന്ന് അങ്ങോട്ട് നമ്മളാണെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ വിശ്വാസികളാണെങ്കിൽ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും പടി പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. ഈ കാരാഗ്രഹത്തിൽ വന്ന് കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടാകും, കുറച്ചുകൂടി ഒരു വിവേകത്തോടെ ഇടപെട്ടെങ്കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവരതൊന്നും പറഞ്ഞില്ല. അവർ കാരാഗ്രഹത്തിലായപ്പോൾ അവിടെയും എന്ത് ചെയ്തു? ഭക്തന്മാര് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ആത്മാവിൽ പാടുവാൻ തുടങ്ങി. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പൗലോസിനെ നിങ്ങളൊന്ന് ഹൃദയ കണ്ടുകൊണ്ടൊന്ന് അകത്തെ മനുഷ്യനിലൊന്ന് കണ്ണടച്ചൊന്ന് ധ്യാനിച്ചേ. സ്തോത്രം. നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ച് അതൊന്ന് കണ്ടു നോക്കിയേ. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ആ ചങ്ങലകൾ അവർക്കൊരു വിഷയമല്ല, ആ ബന്ധനം അവർക്കൊരു വിഷയമല്ല, ആ പീഡ അവർക്കൊരു വിഷയമല്ല. അവർ പ്രാപിച്ച ആത്മാവിൽ അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ ഭൂകമ്പം ആ കെട്ടിടത്തിന്റെ മേൽ ദൈവം അയച്ചു.
ചിലപ്പോഴും പറയുന്ന ഭാഗമാണത്. ചീത്ത വിളിച്ചായിരിക്കാം ചിലപ്പോൾ രണ്ടെണ്ണത്തിനെയും കൂടി കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലോട്ടിട്ട് ബന്ധിച്ചിട്ടത്. പക്ഷെ അവർ തന്നെ വന്ന് മുമ്പിൽ വന്ന് നിൽക്കുക, യജമാനന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ആത്മാവിൻ്റെ ആരാധന, അകത്തെ മനുഷ്യൻ ബലപ്പെട്ട വല്ല ഗുണമുണ്ടോ? അതുകൊണ്ട് ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുന്നു, നീ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലായിരുന്നാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണമെന്നുള്ള പുതിയ നിയമസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന എഫേസ് ലേഖനം 6:10 മുതൽ 10-18 വരെയുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ സർവായുധ വർഗം സത്യമരയ്ക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി സകല ദുഷ്ടന്റെ നിയമങ്ങളെയും കെടുപ്പാൻ തക്കൊണ്ട് വിശ്വാസം എന്ന പരിചയ രക്ഷ എന്ന ശിരസ്ത്രം ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും മുൻപോട്ട് പോകുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ വഴികളെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. എഫേസിലെ വിശ്വാസികളെ പൗലോസ് പറയുകയാണ്, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. കൊലോസ്യ ലേഖനത്തിൽ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്ന അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അതൊന്നെടുത്ത് വായിക്കാം. 9-ാം വാക്യം 3:9 തൊട്ടൊന്ന് വായിച്ചാട്ടെ. അല്ല 9, 3:9. ആമേൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുക. നമ്മൾ പുതിയ മനുഷ്യനെയാണ് ധരിച്ചിരിക്കുന്നത്. പഴയ മനുഷ്യൻ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. പഴയ മനുഷ്യനോട് ബൈ ബൈ പറഞ്ഞു. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കാം. അവിടെ പൗലോസ് എന്താ പറയുന്നത്? ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പൗലൂസ് ചത്തുപോയി, പൗലൂസിന്റെ സ്വഭാവങ്ങൾ പോയി, പൗലൂസിന്റെ ആറ്റിറ്റ്യൂഡ് മുഴുവൻ പോയി. പൗലൂസിൽ ഇപ്പോൾ ക്രിസ്തു ജീവിക്കുക. നമ്മൾ അത് സാധാരണ ഞാനത് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുള്ളത്, ഗലാത്യർ 2:20 പൗലൂസിന്റെ അനുഭവം അവിടെ പറയുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളാ വാക്യം കൊടുത്തൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ച് വേണം പറയാൻ, ഇല്ലെങ്കിൽ എന്താ പറ്റും? ആ പറച്ചിലും ജീവിതവുമായിട്ട് വ്യത്യാസം വരും. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കത് പറയാൻ കഴിയണം പ്രിയ മക്കളെ. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. യേശു കർത്താവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാൻ അങ്ങ് തീർന്നു. ആ ഒരു ചിന്ത നമുക്കുണ്ടോ? അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് അകത്തെ മനുഷ്യനായിരിക്കണം പിന്നെ ജീവിക്കേണ്ടത്. ദൈവാത്മാവിന്റെ ശക്തിയോടെയുള്ള ഒരാത്മീയ അനുഭവത്തിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. നമ്മുടെ പഴയ സ്വഭാവങ്ങൾ, പഴയ ആചാരങ്ങൾ, പഴയ ജഡികമായ ചില സ്വത്രം എന്ത് ചെയ്യുക, ചില ആചാര അനുഷ്ഠാനങ്ങൾ ചില വിശ്വാസികളൊക്കെ പറയാറില്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു രീതികളുണ്ട്, അതൊന്നും വിട്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതൊക്കെ തെറ്റാണ്. പഴയ മനുഷ്യൻ്റെ എല്ലാ പാരമ്പര്യങ്ങളും ട്രഡീഷനും കുഴിച്ചു മൂടിയിട്ട് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി തീരണം. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, കണ്ടാലും സകലതും പുതുതായി തീർന്നിരിക്കുന്നു. പഴയ സ്വഭാവങ്ങൾക്കും പഴയ ലൈഫ് സ്റ്റൈലിനും പഴയ ജീവിത രീതികൾക്കും വിരാമമിടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു പുതിയ മനുഷ്യൻ, ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ. ഓ, പുതിയ മനുഷ്യൻ. എത്ര വിശ്വാസികൾക്കുണ്ട് ഈ പുതിയ മനുഷ്യന്റെ സ്വഭാവം? എന്നാൽ നമ്മൾ ജഡത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ പഴയ സ്വഭാവങ്ങൾ ചിലപ്പോൾ കടന്നു വരാം, അല്ലേ? നമ്മുടെ നോട്ടത്തിലോ നമ്മുടെ ചിന്തയിലോ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ വാക്കുകളിലോ. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് ചില സമയത്ത് ഇച്ചിരി കർക്കശമായ നിലയിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അത് അത്ര ശരിയായില്ലെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യണം? എന്നോട് ക്ഷമിക്കണേ, ആ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞു പോയി. ആ ക്ഷമാനം ചെയ്യുന്നത് എത്ര കുഴപ്പം? ചിലർ ചെയ്യത്തില്ലെന്നേ. അയ്യോ, ഭാര്യയോടൊക്കെ അങ്ങ് താണു കൊടുത്ത് അവൾ തലയിൽ കയറിയിരിക്കും. ഒരു തലയിലും കയറില്ല. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ വീക്ക് പോയിന്റിനെ നമ്മൾ തിരുത്തുന്നതാണ് ഏറ്റവും മാന്യമാണത്. നമ്മൾ പാപമില്ലെന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കുന്നു. സ്തോത്രം.
പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. ഗലാത്യർ 2:20. ഇനിയിപ്പോ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് മാറിക്കൊടുക്കുക, ക്രിസ്തു നമ്മളിൽ ജീവിക്കട്ടെ. റോമർ 15:18 വായിച്ചു നോക്കിയേ. റോമർ 15:18 വായിച്ചേ. അവിടെ എവിടെയെന്ന് വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർ 15:18 നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഞാനങ്ങ് വായിക്കും. ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും എനിക്കൊന്നും പറയാനില്ല. അപ്പൊ അതിന്റെ അർത്ഥം, ആ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചോണേ, ഒന്ന് കുറിച്ചിട്ടേക്കണം. കാരണം ഞാൻ അങ്ങ് പോയി, എന്നിലൂടെ കർത്താവ് പ്രവർത്തിക്കുക. എൻ്റെ മർമ്മം മനസ്സിലായല്ലോ, മിസ്റ്ററി. ഞാനെന്നുള്ള വ്യക്തിത്വം എന്തായി? ഇല്ലാതായി. എന്നിൽ ക്രിസ്തുവാ പ്രവർത്തിക്കുന്നത്. ഞാനൊന്നും മിണ്ടാൻ തുനിയുന്നില്ല. എന്നിൽ ക്രിസ്തു മിണ്ടട്ടെ, എന്നിൽ കർത്താവ് പ്രവർത്തിക്കട്ടെ, എൻ്റെ കരങ്ങൾ കർത്താവ് ഉപയോഗിക്കട്ടെ, എൻ്റെ ബുദ്ധിമുട്ടെല്ലാം കർത്താവ് ഉപയോഗിക്കട്ടെ, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കട്ടെ, എൻ്റെ നാവുകളെ കർത്താവ് എടുത്ത് ഉപയോഗിക്കട്ടെ. ആ ഒരു അനുഭവത്തിലേക്ക് ഒരു ദൈവബോധത്തിൽ മാറ്റപ്പെടണം. അതാണ് ദാറ്റ് ഈസ് പുതിയ മനുഷ്യൻ, ന്യൂ മാൻ എന്ന് പറയുന്നത്. അതാ ക്രിസ്തുവിലുള്ള പുതിയ മനുഷ്യൻ. അതാ ഇന്നത് കാണുന്നില്ല. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ എന്നുള്ള കുറിച്ച്. എഫേസ്യ ലേഖനത്തിലുണ്ട്, അതുകൂടെ എടുത്തിട്ട് അടുത്ത അങ്ങോട്ട് പോ. റോമാലേഖനം 6-ാം അധ്യായം എല്ലാവരും എടുത്തിട്ട്. 6-ാം അധ്യായം വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു അധ്യായമാണ് റോമാലേഖനം 6-ാം അധ്യായം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതിന്റെ 6, റോമർ 6:6 ഒന്ന് വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അടുത്ത, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന്. അപ്പൊ പഴയ മനുഷ്യന്റെ പാപങ്ങൾ ആ ക്രൂശിക്കപ്പെട്ടതോടുകൂടി പോയി. ക്രിസ്തുവിനോടുകൂടി മരിച്ചു, ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ടു, ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. ഇപ്പൊ ഞാനൊരു പുതിയ മനുഷ്യനായി. ഇനി പഴയതില്ല എൻ്റെ ജീവിതത്തിൽ. ഇനി എല്ലാം പുതിയതാണ്. എൻ്റെ ചിന്തകൾ പുതിയത്, എൻ്റെ പ്രവൃത്തി പുതിയത്, എൻ്റെ സംസാരം പുതിയത്, എൻ്റെ ഇടപാടുകൾ പുതിയത്, എല്ലാം പുതിയത്. വചനത്തിന് യോജിക്കുന്ന നിലയിൽ ഒരു ജീവിതം എന്നിൽ വന്നു കഴിഞ്ഞു. പോട് പറയുന്ന ഭാഗങ്ങളാണിത്. ഞാൻ ഇന്നലെയും പറഞ്ഞു തോന്നുന്നു എൻ്റെ മെസ്സേജിൽ. യൂദ പുരോഹിതന്മാരോട് പറയുക, ഞാൻ ആരെ ചുംബിക്കുന്നോ എന്ത് ചെയ്യണം? ആ പുള്ളിയെ പിടിച്ചോ. അപ്പൊ എല്ലാവരും ഒരുപോലെ ഇരിക്കുക. എല്ലാവരും അവരുടെ സംസാരം, അവരുടെ വസ്ത്രധാരണം, അവരുടെ ഇടപാടുകൾ. ഈ 12 എണ്ണം 3.5 വർഷം കൂടെ നടന്നപ്പോൾ എല്ലാം ഒരുപോലെയായി. ഇവിടെ 33 വർഷമായിട്ട് ഒരു ഗുണവും ഇല്ല. തിരുത്താമോ? നിങ്ങൾ മാത്രമല്ല, കാരണം ഇത് ലോകം മുഴുവൻ പോകുന്ന മെസ്സേജ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഒന്ന് തിരുത്താമോ? നമുക്ക് 2026 നമുക്കൊന്ന് തിരുത്താമോ? ഹല്ലേലൂയ. പഴയ അനുഭവങ്ങളോട് വിട പറഞ്ഞൊരു പുതിയ മനുഷ്യനാകാമോ? ദൈവാന്തമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനാകാൻ പറ്റുമോ നമുക്ക്? പഴയ മനുഷ്യൻ യേശുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, യേശുവിനോടുകൂടി മരിച്ചു, യേശുവിനോടുകൂടി അടക്കപ്പെട്ടു. സ്നാനത്തിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ അതിന്റെ ആത്മീയ അർത്ഥം എന്താ? ഇതാ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യൻ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. പണ്ടൊരു മനുഷ്യന്റെ പേരങ്ങ് മറന്നുപോയി. വളരെ പാപം ചെയ്ത് ജീവിച്ചൊരു മനുഷ്യൻ പണ്ട് പാപം ചെയ്ത് ആ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ, പേര് ഓർക്കുന്നില്ല, മറന്നുപോയി കേട്ടോ. ആ പഴയ സ്ത്രീകൾ വിളിച്ചു ചോദിച്ചു, അല്ലയോ സഹോദരാ, എന്താ ഇങ്ങോട്ട് വരാത്തെ? അപ്പൊ അവ അവിടെ നിന്നുകൊണ്ട് പറയാ, ആ പഴയ ആളുണ്ടല്ലോ, അവൻ ചത്തുപോയി, ഇപ്പൊ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി ഞാൻ, ഇനി എനിക്ക് ആ പാപവുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് അവര് നിരാശരായി. ഭക്തൻ നടന്നുപോയൊരു കഥ ഞാൻ ആരോ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. അതാണ് ദൈവമക്കളെ ക്രിസ്തീയ ജീവിതം, അതാണ് പുതിയ മനുഷ്യന്റെ ജീവിതം.
പുതിയ മനുഷ്യനായെന്ന് പറഞ്ഞ് പഴയ പ്രവൃത്തികളോട് വിട പറയാതെ ജീവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ കൂട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ മുൻപിലിരിക്കുന്ന പ്രബുദ്ധരായ ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുന്നു, നമ്മൾ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാണ്. ഹല്ലേലൂയ. ഇനി എഫേസ്യ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എഫേസ്യ ലേഖനത്തിൽ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കാതലായി പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിലേക്ക് വരാം. 4-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ നിർത്തി അന്ന് ഭംഗിയായിട്ടൊന്ന് വായിച്ചാൽ. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ചിന്തകൾ അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനിയും നടക്കരുത്. അവരുടെ ബുദ്ധി ഇരുളടഞ്ഞതായി തീരുകയും ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോകുകയും ചെയ്തു. അവർ മനസ്സ് മരവിച്ച് അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അടുത്ത്, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചിരിക്കുന്നത്. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചു എങ്കിൽ നിങ്ങളുടെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചാതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ജീർണിച്ചുകൊണ്ടിരിക്കുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അന്തരാത്മാവിൽ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. പുതിയ മനുഷ്യനെ ധരിക്കുക, പുതുക്കം പ്രാപിച്ച മനുഷ്യനെ ധരിക്കുക. എല്ലാ ദിവസവും പുതുക്കം വന്നുകൊണ്ടിരിക്കുക. 2025 ജീവിച്ച വിശ്വാസികളായ നമ്മൾ 2026 പ്രവേശിച്ചപ്പോൾ ഒരു വ്യത്യാസം നമ്മളിൽ മറ്റുള്ളവർ കാണട്ടെ. ലോകം നമ്മളെ കുറിച്ച് കാണട്ടെ. ഇവനിലൊരു ആത്മീക രസമുണ്ട്, ഇവനിലൊരു ആത്മീക വെളിച്ചമുണ്ടെന്ന് ലോകം സാക്ഷ്യം പറയട്ടെ. 3 തൂപ്പുകാരികളുടെ മുമ്പാകെ അവനെ ഞാൻ അറിയുന്നില്ല, നിങ്ങൾ പറയുന്ന മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാഗിയ പത്രോസിനെ കുറിച്ച് ആ 3ാമത്തെ സഹോദരി വന്ന് പറഞ്ഞ വാക്കെന്താണ്? നിന്റെ വാക്കും ഉച്ചാരണവും വെളിവാകുന്നു, നീ അവനോടുകൂടിയുള്ളവൻ. എന്നെ പിടിച്ചുവളച്ചൊരു സംഭവമാണ്. നീ പിടിച്ചു കിടന്ന പത്രോസിനെ കുറിച്ചുള്ള സാക്ഷ്യം ഒരു സഹോദരി പറയുക, നീ അവനോടുകൂടിയുള്ളവൻ നിശ്ചയം. എന്താ കാര്യം? നിന്റെ വാക്കും ഉച്ചാരണവും അതേ ശൈലിയാ, യേശുവിന്റെ ശൈലി. ദൈവമക്കളെ, എന്തായാലും ഞാൻ വളരെ ബലപ്പെടുത്തുന്ന വിഷയങ്ങളാണിത്. എനിക്കൊരു കറപ്ഷൻ ഈ 2026 ഉണ്ടാകണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തുപോയി. കർത്താവിൻ്റെ വരവിന് ആരാ പോകുന്നതെന്ന് ചോദിച്ചാൽ 3 വാക്യങ്ങളാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ, അവൻ്റെ സ്വഭാവമുള്ളവർ, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നവർ, അവൻ്റെ ഭാവമുള്ളവർ, അവർക്കാണ് കർത്താവിൻ്റെ വരെ പോകാൻ പറ്റുന്നത്. അല്ല പഴയ മനുഷ്യൻ്റെ സ്വഭാവം വെച്ച് കിടന്നാൽ കർത്താവ് വരുമ്പോൾ ഇവിടെ കിടക്കത്തുള്ളൂ. അവർക്ക് വേണ്ടി ഞാനിത് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. കൈവിടപ്പെട്ടു പോയവർക്ക് വേണ്ടി വേറൊരു കർത്താവ് വരുന്നുണ്ട്. മനസ്സിലായോ? അത് അപകടമാണ്. നിൽക്കാൻ പറ്റത്തില്ല കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക്. അതാരാ? ഏത് ക്രിസ്തുവാ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വിചാരിക്കുന്നത് ദൈവം ഒരു ശിക്ഷ പോലെ കൊടുത്തിരിക്കുക. യഥാർത്ഥ കർത്താവിൻ്റെ വചനം കേട്ട് അനുസരിച്ച് ജീവിക്കാതെ വ്യവസ്ഥ പാലിക്കാതെ മുമ്പോട്ട് പോയാൽ അവരെ പണിഷ്മെന്റ് ചെയ്യാനായിട്ട്, അവരെ ശിക്ഷിക്കാനായിട്ട് വേറൊരു ക്രിസ്തുവിനെ ദൈവം അയക്കുന്നു. അതാണ് എതിർ ക്രിസ്തു. അത് സാത്താനാണ്, അതൊരു വ്യക്തിയാണ്. ആദ്യത്തെ 3.5 വർഷം വലിയ കുഴപ്പമില്ലാതൊക്കെ പോവുമെങ്കിലും 3.5 വർഷം കഴിയുമ്പോൾ നിയമം കഠിനമാക്കും. BJP ഗവൺമെന്റ് കയറിയപ്പോൾ തൊട്ട് നിയമം കഠിനമാക്കി, ആക്കി ഇപ്പൊ അവര് പറയണ ക്രിസ്മസ് ഒന്നും ഇവിടെ ആഘോഷിക്കണ്ട. എന്തോ പറ്റി? അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചു തുടങ്ങി. അതിന് കൂടി വരും. നിയമങ്ങൾ കഠിനമാക്കും. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥകൾ വരും. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെയും നമ്മുടെ വചനവ്യവസ്ഥ പ്രകാരമുള്ള ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ നിന്ന് എഴുന്നേറ്റ് വരും, വ്യക്തികൾ എഴുന്നേറ്റ് വരും. ഞാൻ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്, മലയാള ബൈബിൾ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വിശുദ്ധ ബൈബിൾ പിടിച്ചുകൊണ്ട്, ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, മലയാള ബൈബിൾ എന്ന് ഉദ്ദേശിച്ച കേരളത്തിലുള്ളവരെ കുറിച്ച് ഞാൻ പറഞ്ഞത്, മലയാള ബൈബിൾ പിടിച്ചുകൊണ്ട് നമ്മുടെ തെരുവിലൂടെ നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നുകൂടായികയില്ല.
ഞങ്ങൾ ഹിന്ദു രാഷ്ട്രമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരവരുടെ രാമരാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുക പല പദ്ധതികൾ. അവരവിടെ ചെയ്യട്ടെ, കുഴപ്പമില്ല. നമ്മൾ ദൈവരാജ്യം കെട്ടിപ്പടുക്കാൻ നമ്മൾ ഒരുങ്ങുന്നുണ്ടോ? നമ്മൾ ദൈവരാജ്യത്തിന്റെ പ്രജകളാണോ? നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്നപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിന്റെ പ്രജകളല്ലേ? പിന്നെ എന്തിനു വേണ്ടി ഈ ലോകത്തിന്റെ ഇതിനു വേണ്ടി നമ്മൾ പോകുന്നു? 2025 ഡിസംബർ മാസം എന്നെ ഏറ്റവും വേദനിപ്പിച്ച ഒരു അവസ്ഥ ഞാൻ ഇന്ന് ഈ വചനത്തിൽ ഈ പ്രസംഗ ഭാഷയിൽ ഞാൻ പറയാൻ താല്പര്യപ്പെടുക. പെന്തക്കോസ്തിന്റെ കാൻഡിഡേറ്റുകൾ എന്ത് ചെയ്യുന്നു? അവർ ഇലക്ഷന് നിൽക്കുക. ഞാനത് എനിക്കൊരു സഹോദരൻ അയച്ചു തന്നെ. ഞാൻ ഈ പ്രസംഗിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ സഹോദരന്മാർ അയച്ചു തരും. ഞാൻ നോക്കിയപ്പോൾ ഒത്തിരി ഒരു 15 പേരോളം 10-15 പേരോളം ഉണ്ട്. ഓരോ ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ TPM ചർച്ചിലുള്ള ഒരാൾ വരെ ഉണ്ട്. ഞങ്ങളുടെ കേരളക്കരയിൽ ഞങ്ങളുടെ ഇന്ന സ്ഥലത്ത് കോർപ്പറേഷൻ ഭരിക്കാൻ വേണ്ടി പുള്ളി നിൽക്കുന്നുണ്ട്, പുള്ളിക്ക് വോട്ട് ചെയ്യണം. വോട്ട് ചെയ്ത് അവർ ജയിച്ച് ഭരണം നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ദിവാസിനോട് ആ വിഷയം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം, ബാക്കി പറഞ്ഞ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ വണ്ണം ഞാൻ ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ ലോകക്കാരല്ല. അമേരിക്കൻ പൗരത്വം റദ്ദാക്കുന്നു എന്നൊക്കെ അമേരിക്കയിലുള്ളവർക്ക്, അവരുടെ ഇന്ത്യക്കാർക്ക്, മലയാളികൾക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കായിട്ടുള്ളവർക്ക് അവരുടെ ആ USA പൗരത്വം റദ്ദാക്കാൻ പോകുന്നൊക്കെ ഒരു കിംവദന്തി കേട്ടു. നിങ്ങൾ കേട്ടായിരിക്കോ? ഞാൻ കേട്ടു, ആ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും വിചിത്രമായിട്ട് തോന്നിയില്ല. എനിക്ക് തോന്നിയത് ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പുസ്തകത്തിൽ പൗരത്വം പറഞ്ഞു വെച്ചെങ്കിൽ സ്വർഗീയ പൗരൻ ലഭിച്ചവൻ അമേരിക്കൻ പൗരത്വം ക്യാൻസൽ ചെയ്യട്ടെ, നമ്മുടെ പൗരത്വങ്ങളെ ക്യാൻസൽ. നമുക്ക് എന്താ പേടിക്കാനുള്ള? പേടിയുണ്ടോ സഹോദര? എന്ത് വന്നാലും ആ തോമസ് പാസ്റ്ററുടെ പ്രസംഗം കേൾക്കുന്നവർക്ക് ഒരു പേടിയും കാണത്തില്ല. കാരണം അത് പുള്ളി ദൈവവചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിന്ന് ശക്തിയോടെ ദൈവവചന പ്രസംഗം നടത്തുന്ന കർത്താവിന്റെ ദാസനാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ബാക്കി എന്ന് കാത്തിരിക്കുന്നു. അടുത്തേ കാത്തിരിക്കുന്നു. അവൻ സകലവും നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ആ വാക്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. സകലവും ആ വാക്യം ഒന്നുകൂടി വായിച്ചോ അമ്മേ. അവിടുന്ന് സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇതാണ് സ്വർഗീയ പൗരന് കിട്ടുന്ന കാര്യം. പിന്നെ നമ്മൾ എന്തിനു ഭാരപ്പെടണം? നമ്മുടെ പൗരത്വം ഒരു റദ്ദാക്കട്ടെ, നമ്മളൊരു അടിച്ചു അവിടെ നിന്ന് ഓടിച്ച് നാട്ടിലോട്ട് വിടട്ടെ. എന്തൊക്കെ നടന്നാലും പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞു, കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ എന്ത് തന്നെ വന്നാലും ക്രിസ്തുയേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസ് ഉറച്ചിരിക്കുന്നത് പോലെ ഈ വേദഭാഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും ആ ഉറപ്പുണ്ടാകണം. എന്തൊക്കെ വന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇനി 2024 എന്തൊക്കെ സംഭവിക്കും നമുക്കറിയത്തില്ല. പലരും പറയുന്നു നിയമങ്ങൾ കഠിനപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവമക്കൾക്കെതിരെ എസ്പെഷ്യലി ചില നിയമങ്ങൾ അവർ കൊണ്ടുവരും. വീട്ടിൽ പ്രാർത്ഥിക്കാൻ പാടില്ല, പുറത്ത് ശബ്ദം കേൾക്കാൻ പാടില്ല, സുവിശേഷ പ്രതികൾ കൊടുക്കാൻ പാടില്ല, ബൈബിൾ ആർക്കും കൊടുക്കാൻ പാടില്ല. പല നിയമങ്ങളും കൊണ്ടുവരും. നമ്മൾ എന്തോ ചെയ്യുമെന്ന് എന്നോട് ഞാൻ ചോദിക്കാം നിങ്ങളോട്, എന്തോ ചെയ്യും? നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് മരണമെങ്കിൽ മരണം, ജീവിതമെങ്കിൽ ജീവനം എന്നുള്ളത് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് നമ്മൾ ശക്തിയോടെ മുമ്പോട്ട് പോകും. എല്ലാവരും പറയുക നമ്മൾ തല്ലിക്കൊല്ലുമെന്ന്. ഞാൻ വീട്ട് തല്ലിക്കൊല്ലാൻ എന്താ കുഴപ്പം? കർത്താവിന്റെ ശിഷ്യന്മാർക്ക് എന്താ സംഭവിച്ചേ? അവർ രക്തസാക്ഷികളായില്ലേ? നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരല്ലേ? എന്റെ ചോദ്യം, നമ്മളല്ലേ? ആണല്ലോ. കർത്താവിന്റെ ശിഷ്യന്മാർക്ക് അത് സംഭവിച്ചെങ്കിൽ നമുക്കൊന്ന് സംഭവിക്കാം. നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നോണം. നമ്മൾ നമ്മുടെ ജീവൻ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി കളഞ്ഞെങ്കിൽ നേടിയെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചേ? നമ്മൾ അവിടെ ഒളിച്ചോടിയാൽ നമ്മൾ നഷ്ടപ്പെടുത്തിയെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചേ? അതിലേക്ക് എന്താ നമുക്ക് വരാൻ കഴിയാത്തത്? പറയാം, അകത്തെ മനുഷ്യന് ബലമില്ലാത്തതുകൊണ്ടാണ്.
2026 ഞാൻ നിങ്ങളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ വിളിച്ചു പറയുന്നു. നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ ജോലി ചെയ്യേണ്ടെന്ന് പറയുന്നില്ല, കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നത് പറയുന്നില്ല, കുക്കിംഗ് ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. അതൊക്കെ നമ്മൾ അത്യാവശ്യം ചെയ്തതിന് ശേഷം അല്പസമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കഴിഞ്ഞാൽ, ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു രക്തസാക്ഷി ആകേണ്ടി വന്നാലും പത്രോസ് പറഞ്ഞതുപോലെ, എന്നെ നേരെ ക്രൂശിക്കല്ലേ, എന്നെ ഒന്ന് തലകീഴായിട്ട് ക്രൂശിച്ചാട്ടെ എന്ന് പറയും. കാരണം എന്താ? അകത്തെ മനുഷ്യന് ബലമുണ്ട്. എൻ്റെ ഈ കൂടാരം പൊളിഞ്ഞു പോയാലും എൻ്റെ ആത്മീക അകത്തെ മനുഷ്യൻ കർത്താവിൻ്റെ വരവിൽ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള ആ കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസം എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ. ലൂക്കോസിന്റെ പദപ്രയോഗം എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യൻ. ഞങ്ങളുടെ പട്ടണത്തിൽ മെട്രോ ട്രെയിൻ ഓടുന്നുണ്ട്. നിങ്ങളൊക്കെ കയറി. ഞാനിപ്പോൾ വന്നതും അങ്ങോട്ടാണ്, പോണതും അങ്ങോട്ട് തന്നെയാണ്, തൃപ്പൂണിത്തുറയിൽ നിന്ന് അങ്ങോട്ട്. ഈ മെട്രോ ട്രെയിനിൻ്റെ തൂണ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരോട് പോയി ചോദിച്ചു, എനിക്കിതൊക്കെ അറിയാൻ വലിയ കാര്യമാണ്, നിങ്ങളിത് എങ്ങനെ കുഴിച്ച് എവിടം വരെ ഈ കുഴിക്കും, ഇത് എന്തോരം ഉണ്ട് ഇത് കുഴിക്കുക? പാറ കാണുന്നവരെ കുഴിക്കുന്നതാണ്. പാറ കാണുന്നവരെ കുഴിക്കുമെന്ന്. എന്നിട്ടോ പാറയിൽ 1 മീറ്റർ കുഴിക്കുമെന്ന്. ശ്രദ്ധിക്കണേ, പാറ കണ്ടിട്ട് പാറയും ഡ്രില്ല് ചെയ്ത് 1 മീറ്റർ കുഴിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് കമ്പി ഇറക്കിയിട്ട് അവിടെ നിന്ന് വാർത്ത് പോക്കുന്ന തൂണ്. മനസ്സിലായി? ഈ 2 ട്രെയിനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആളെയും വലിച്ചോണ്ട് പോകുമ്പോഴേ ഇത് ചക്കട പൊക്കട എന്ന് പറഞ്ഞ് തറയിലോട്ട് വീഴാതിരിക്കണമെങ്കിൽ പാറമേൽ, അത് എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അതിന്മേൽ അലച്ചു, അത് വീണില്ല. ലൂക്കോസിന്റെ പ്രയോഗം വളരെ മനോഹരമാണ്. എന്താ കാര്യം വീഴാത്തത്? അടിസ്ഥാനം പാറമേലായിരുന്നു. എന്താ ഈ പാറ? യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവന് എന്തൊക്കെ വന്നാൽ, ഈ വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു എന്നുള്ളത് അലങ്കാര പദപ്രയോഗങ്ങളായിട്ടാണ് കർത്താവോടെ പഠിപ്പിച്ചത്. അത് മനുഷ്യ ജീവിതത്തിനെതിരെ വരുന്ന ഘോരമായ പീഡകളോ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ആയിരിക്കാം. അതിൻ്റെ നടുവിലും എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് സ്തോത്രം ആ വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യം. നമുക്ക് അങ്ങനെ ഈ 2026 നമുക്ക് അങ്ങനെ ജീവിക്കാം. കർത്താവിന്റെ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാം. ഭാരങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, നിയമങ്ങൾ തിരുത്തി എഴുതും, പോരാട്ടങ്ങൾ വരും, പ്രാർത്ഥിക്കേണ്ടെന്ന് പറയേണ്ട അവസ്ഥകൾ വരും. പലരും വന്ന് പറഞ്ഞെന്നിരിക്കും. ഇവിടെ കേരളക്കരയിൽ വന്നെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? കേരളക്കരയിൽ അത് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? വടക്കേറ്റിയിലാണെങ്കിൽ പോട്ടെന്ന് വെക്കാം, ഹിന്ദിക്കാരായിട്ട് മാത്രമുള്ള സ്ഥലങ്ങളാണ്, ആൾക്കാരാണെന്ന് വെക്കാം. ഈ കേരളക്കരയിൽ അത് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത്രയും പറയാനുള്ള ഇടയായ കാര്യം സ്തോത്രം എന്താ? അകത്തെ മനുഷ്യൻ ബലപ്പെടണം. കൊലോസ്യർ 3:16 ഞാൻ നിൽക്കുന്നത്. സ്തോത്രം, അവൻ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഓരോ ദിവസവും നമ്മൾ ബലപ്പെട്ടുകൊണ്ടിരിക്കണം. ഇന്നുള്ള ബലമല്ല നാളെ, നാളെയുള്ള ബലമല്ല മറ്റന്നാള്. ഇത് സ്തോത്രം, ഇതെന്താണ്? കർത്താവിനെ കുറിച്ച് ഇത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഇത് ആരംഭം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈറ്റുനോവെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിൽ ഒരു പ്രസവം നടക്കുന്ന വിഷയത്തെക്കുറിച്ച് ആ കർത്താവ് പറഞ്ഞതിൻ്റെ അലങ്കാര പദപ്രയോഗം. കർത്താവിൻ്റെ വരവ്, കുഞ്ഞ് പ്രസവിക്കുന്ന യേശുക്രിസ്തു വരുന്ന സമയത്ത്, ആ സമയം വരുമ്പോൾ വേദന കൂടിക്കൊണ്ടിരിക്കും. ഒരു കുഞ്ഞ് പ്രസവിക്കാനായിട്ട് ആ പ്രസവ സമയം വരുമ്പോൾ വേദന കൂടും എന്നതുപോലെ കർത്താവിൻ്റെ വരവിൽ ഈ ഭൂമിയിൽ പ്രതികൂലങ്ങൾ, പോരാട്ടങ്ങൾ, വെല്ലുവിളികൾ ദൈവമക്കൾക്കിടെ എതിരെ കടന്നു വരും. എങ്ങനെ നമ്മൾ നിലനിൽക്കും? അവിടെ എങ്ങനെ നിലനിൽക്കും? നമ്മുടെ മാൻ പവർ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? നമ്മുടെ വചനജ്ഞാനം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിൽ എത്രയാകുന്നു? പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി നമ്മളിൽ വ്യാപരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. എഫേസ്യയിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസ് പറയുക, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അടുത്ത 17-ാമത്തെ വാക്യം വായിക്കാം. 17-ാമത്തെ വാക്യം. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കട്ടെ. കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഗലാത്യയിലെ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോണം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോണം. ഈ ദൈവവചനത്തിന്റെ സത്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മളിലുണ്ട്. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകയെന്ന്, വചനം
അപ്പൊ ദൈവവചനം നമ്മുടെ ഉള്ളിൽ വസിച്ചാൽ ക്രിസ്തു വസിക്കല്ലേ? ക്രിസ്തു നമ്മളിലുണ്ടോ? ഇത് പലരും ക്രിസ്തു ഇല്ലല്ലോ. യെരുശലേമിൽ നമസ്കരിക്കാൻ പോയി, എന്നിട്ട് എന്ത് ചെയ്തു? പോകുന്ന വഴിക്ക് അവിടെ പരീക്ഷന്മാരും ശാസ്ത്രന്മാരുമായിട്ട് ഭയങ്കര മൽപ്പിടുത്തം സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പനും അമ്മയും കൂടി ഇവിടെ നോക്കുമ്പോൾ കുഞ്ഞിരിക്കുക. അവിടെ ആ വാക്യം, വചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യമാണ് നമുക്ക് വളരെ ചിന്തനീയമായിട്ടുള്ളത്. യേശു കൂടെ ഉണ്ടെന്ന് വിചാരിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അല്ലാതെ കറക്റ്റ് പറ, അല്ലാതെ പ്രസംഗം തീരത്തില്ല. ഊഹിച്ചു. ഊഹം. നമ്മളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളൊരു ഊഹം പാടില്ല. ക്രിസ്തു നമ്മളിൽ ഉണ്ടാകണം. കർത്താവിൻ്റെ വചനം നമ്മളിൽ ഉണ്ടാകണം. ആ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം എന്നെ പഠിപ്പിച്ചത്, എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുമ്പോൾ സംഗതി ഓക്കെ. വചനം നമ്മളിൽ വസിക്കുക, വചനത്തിൽ നാം വസിക്കുക, ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിക്കുക. നാം കർത്താവിൽ വസിക്കുന്ന അങ്ങനെയാ. കർത്താവ് നമ്മിൽ വസിക്കുന്ന അങ്ങനെയാ. വചനവുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ക്രിസ്തുവായിട്ട് ഒരു ബന്ധവുമില്ല. ഇന്ന് വചനത്തിന് പകരം പാട്ടും കൂത്തും ഒക്കെ ആ നൃത്തമൊക്കെ ആയി തുടങ്ങിയിരിക്കുക. ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ചർച്ചകളിലൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നത് വചനത്തിന് പ്രാധാന്യമില്ല അവർക്ക്. ഇങ്ങോട്ട് കൂടി വരിക. ഇന്നലെ ഒരു സഹോദരൻ പറയുണ്ടായി, നമ്മുടെ കർത്താവിൻ്റെ ദാസന്മാർ ഒത്തിരി പേര് ഇവിടെ ഉണ്ട്, അവരെല്ലാം ഗിറ്റാറ്, വയലിൻ, ഓർഗൻ, ഞാനിതൊക്കെ വായിച്ചുകൊണ്ടിരുന്ന ആളെ കേട്ടോ, പാട്ടും പാടുമായിരുന്നു അത്യാവശ്യം. എല്ലാം വന്നിട്ട് അവർ കർത്താവിൻ്റെ അഭിഷക്തന്മാരാണ്. അവിടെ നമ്മൾ മധ്യത്തിലുണ്ട്. മീറ്റിംഗ് തുടങ്ങി, എൻ്റെ പൊന്ന് പാസ്റ്ററോടും പറയുക, മീറ്റിംഗ് അങ്ങോട്ട് പാട്ടെല്ലാം കഴിഞ്ഞ് മീറ്റിംഗ് തുടങ്ങി വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പാട്ടുകാരെല്ലാം എന്ത് ചെയ്തു? ഏതോ ഒരു മൂലയിൽ പോയിരുന്ന് സ്വറ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ അനൗൺസ് ചെയ്തത് എന്താണ്? ഗിറ്റാർ വായിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ, ഓർഗൻ വായിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ, ഡ്രമ്മ് വായിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ, പിന്നെ ചിഞ്ചി അടിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ, ഇതിനെന്താ പറയുന്നത്, ടാമ്പറിൻ അടിക്കുന്ന അഭിഷക്തൻ. ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പോവുക. വചന ശുശ്രൂഷ തുടങ്ങിയപ്പോൾ അഭിഷക്തന്മാരെല്ലാം കൂടിയിരുന്ന് എന്തൊക്കെ തിരുമ്പിയോ വായിലൂടെ എന്താണ്ടൊക്കെ ചെയ്യേണ്ട ആർക്കറിയാം? എൻ്റെ പോലെ എന്താ വായി നടക്കുന്നേ? എങ്ങനെ പറയാതിരിക്കും? പ്രിയമുള്ളവരെ, ഇവരിലൊന്നും ആ ക്രിസ്തുവില്ല. ഞാൻ മനസ്സിലാക്കിയത്, ദൈവവചന പ്രഘോഷണം നടക്കുമ്പോൾ ഒരു ആത്മീകനായിട്ടുള്ളവൻ എന്ത് ചെയ്യും? കുറഞ്ഞ പക്ഷം ഒരു ചെറിയ തുണ്ട് പേപ്പറുമായിട്ട് ഇരുന്ന് കർത്താവിൻ്റെ ദാസൻ പറയുന്ന ഹൃദയത്തിൽ കൊള്ളുന്ന, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ആ വചനം കിട്ടുമല്ലോ, അതെല്ലാം എടുത്ത് എഴുതിയെടുക്കും. ഇനി എഴുതിയെടുത്തില്ലെങ്കിൽ പോലും ഹൃദയം എന്ന മാംസപ്പലകയിൽ എന്ത് ചെയ്യും? ആ വചനങ്ങൾ അത് എഴുതാനിടയായി. അങ്ങനെ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു കൊടുത്ത് ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് നയിച്ചു. അല്ലെങ്കിൽ എങ്ങനെ മുമ്പോട്ട് പോകുന്നത്? സ്തോത്രം. ഇത് രാവിലെ നമ്മൾ ഭക്ഷണം